ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപ്പ് ചീരത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണ ഈ ചീരത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. പരിപ്പ് ചീരത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചീര ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാം. ഞാനിതിൽ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ സവാള ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 6 വെളുത്തുള്ളി നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 7 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളകിൻ്റെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവാള ഇവിടെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വരണമെന്നില്ല. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത്രയൊന്നും ചേർക്കണം എന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് ചീരയിലേക്ക് മാത്രമുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചീരയിലൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ചീരത്തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതേസമയം നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ ചീരത്തോരൻ മാത്രം മതിയാവും നമുക്ക് ഊണൊക്കെ കഴിക്കാനായിട്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചീരത്തോരനിലൊക്കെ നല്ലോണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് തുറന്ന് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചീരയൊക്കെ വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തണ്ടാണ് ഒന്ന് ആയി വരാനുള്ളത്. ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് പരിപ്പ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പരിപ്പ് ഉപ്പിട്ട് വേവിക്കണതായതുകൊണ്ട് ചീരയിൽ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പരിപ്പ് ചീരയും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചീര പരിപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കാന്താരി മുളകും കൂടി ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളതും അതേസമയം ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു തോരനാണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.